നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായി ദിലീപിനെ വെറുതെ വിട്ടതായിരുന്നു സോഷ്യൽ മീഡിയയുടെ ആശങ്കയുടെ കാരണമെങ്കിൽ ഇന്നലെ മുതൽ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളുടെയും ശിക്ഷ കുറഞ്ഞു പോയതാണ് ആശങ്കയുടെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും ആക്ടിവിസ്റ്റുകളും എന്തിനേറെ ഒരു വിഭാഗം വക്കീലന്മാർ പോലും കോടതിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. പലരും നീണ്ട ലേഖനങ്ങൾ എഴുതുന്നു. അവർക്കൊക്കെയുള്ള മറുപടിയായാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസിന്റെ വിധി പുറത്തു വന്നിരിക്കുന്നത്. 1708 പേജാണ് ഈ വിധി പകർപ്പിലുള്ളത്. ഈ വിധി മുഴുവൻ ആരും ഇതുവരെ വായിച്ചു തീർത്തിട്ടുണ്ടാവില്ല. വിധിയുടെ PDF കോപ്പി ഇതുവരെ എത്തിയിട്ടില്ല. പ്രതികൾക്ക് കൊടുത്ത വിധിയുടെ ചില പേജുകൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് പോലും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിധിയിലെ ഓരോ പരാമർശത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും വരും ദിവസങ്ങളിൽ വന്നെന്ന് വരാം. ഒരു ജഡ്ജി വിധി പറയാനിരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ പൊതുവികാരം കണക്കിലെടുത്തല്ല. ജഡ്ജിയുടെ മുമ്പിലെത്തുന്ന പ്രതിയും വാദിയും ഒരുപോലെയല്ല. പ്രതിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പലരും അത് മനസ്സിലാക്കുന്നില്ല. വാദിയേക്കാൾ പ്രാധാന്യവും പരിഗണനയും ഒരു കോടതി കൊടുക്കേണ്ടത് പ്രതിക്കാണ് എന്നതാണ് നമ്മുടെ രാജ്യത്തെ നിയമവും കീഴ്വഴക്കവും. കാരണം ഒരാൾ കള്ളക്കേസിൽ കുടുങ്ങി പ്രതിയാവാം. ആ പ്രതിയാകുന്ന ആളുകൾ ഇരയായതുകൊണ്ട് പോലീസും ഭരണകൂടവും പൊതുസമൂഹവും മാധ്യമങ്ങളുമൊക്കെ ഇരയ്ക്കൊപ്പമാവും. അതേസമയം പ്രതിയും ഇരയെ പോലെ തന്നെ ഈ രാജ്യത്തെ മൗലികാവകാശങ്ങൾ അനുഭവിക്കാൻ യോഗ്യതയുള്ള ഒരു പൗരനാണ്. ആ പൗരൻ കുറ്റവാളി അല്ല എന്ന് പറയുമ്പോൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റം ആരോപിക്കുന്നവരുടേതാണ്, കുറ്റം ചെയ്തവരുടേതല്ല. ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. ഏത് കേസിലാണെങ്കിലും ശരി, പ്രതിക്കാണ് അല്ലെങ്കിൽ ആരോപണ വിധേയനാണ് കൂടുതൽ പരിഗണന. ഒരു പ്രതിയും അയാളുടെ കുറ്റം അയാൾ തെളിയിക്കേണ്ടതില്ല. അയാൾ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് കഴിയുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അപരാധിത്വം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല കള്ളക്കഥകളും പ്രചരിക്കുന്നത്. ഒരേ സമയം അതിജീവിതയെ 20ഓളം വക്കീലന്മാർ ഒരുമിച്ച് ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വ്യാജമാണ്. ഒരേ സമയം ഒരു വക്കീലിന് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റൂ. 10 പ്രതികൾ ഉള്ളതുകൊണ്ട് 10 പ്രതികൾക്കും ഓരോ വക്കീലന്മാർ കാണാം, അവരെ സഹായിക്കുന്നവർ കാണാം. അവർക്കെല്ലാം കൂടി കൂട്ടത്തോടുകൂടി ഇരയെ ആക്രമിക്കാൻ സാധ്യമല്ല. എന്നാൽ 10 പ്രതികൾക്കും ഇരയെ വിസ്തരിക്കാൻ കഴിയും. ഇരയോട് എന്ത് ചോദ്യവും ചോദിക്കാൻ നമ്മുടെ നിയമ സംവിധാനം പ്രതിയുടെ വക്കീലിന് അനുമതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് കോടതിയിൽ വിചാരണ നേരിടുക അത്ര എളുപ്പമുള്ള വഴിയല്ല. അത് പക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ കോടതി പരിഗണിക്കേണ്ടത് പൊതുജനാഭിപ്രായമല്ല, നേരെ മറിച്ച് കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളാണ്. ഇവിടെ തെളിവുകൾ ശേഖരിക്കേണ്ടതും അത് കൃത്യമായി തെളിവായി അവതരിപ്പിക്കേണ്ടതും പോലീസിന്റെയും പ്രോസിക്യൂഷൻ വക്കീലിന്റെയും ചുമതലയാണ്. അവരത് നിറവേറ്റാൻ പരാജയപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ ഇരകൾ പരാജയപ്പെടുന്നത്. ഇവിടെ കോടതി വിധി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും. പ്രോസിക്യൂഷൻ വക്കീലും പോലീസും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന്. പോലീസിന്റെ അന്വേഷണം കൃത്യമായ വഴിക്കല്ലായിരുന്നുവെന്ന് എണ്ണി പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇരയുടെ വക്കീലായി ഒരു TV മിനി പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ നിയമ പശ്ചാത്തലം എന്താണ്? അവർ ഏത് കേസ് വിജയിച്ച പാരമ്പര്യത്തിലാണ് ഈ ഇരയെ സഹായിക്കാൻ വേണ്ടി എത്തിയത്? ആരാണ് ഈ വക്കീലിനെ നിയമിച്ചത്? അവർക്ക് യാതൊരുവിധ ട്രാക്ക് റെക്കോർഡുമില്ല. അതേസമയം ഈ കാലഘട്ടത്തിൽ മറ്റു പല ക്രിമിനൽ പ്രവർത്തികളുടെയും ഒത്തുതീർപ്പിന് ഇവർ ഇടനില നിന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. UNA നേതാക്കളൊക്കെ ഇവരുടെ ഇടനിലയും ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇവരുടെ കടന്നുവരവ് പോലും ദുരൂഹമാണ്. ഒരുപക്ഷെ ദിലീപിന്റെ കൂർമ്മബുദ്ധിയുടെ ഭാഗമായാണോ ഈ അതിജീവിതയുടെ വക്കീലായി യാതൊരു വിധത്തിലുള്ള അഭിഭാഷക പരിചയവുമില്ലാത്ത ഈ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത് എന്നതുപോലും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞവരൊന്നും യഥാർത്ഥത്തിൽ ഇരയ്ക്കൊപ്പമായിരുന്നില്ല. ഇരയ്ക്കൊപ്പം ഇപ്പോൾ കൈപിടിച്ചു നിൽക്കുന്നവർ ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ രാമൻപിള്ള വക്കീൽ പ്രതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിന് കിടപിടിക്കുന്ന ഹൈക്കോടതിയിലെ വിജയഭാനുവിനെ പോലെ അല്ലെങ്കിൽ S രാജുവിനെ പോലെയുള്ള പ്രഗത്ഭരായ വക്കീലിനെ വെക്കണമായിരുന്നു. അല്ലെങ്കിൽ കൊല്ലത്തെ മോഹൻ രാജ് വക്കീലിനെ പോലെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളവരെ ഇരയുടെ പ്രോസിക്യൂഷനാക്കി വെക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇരയുടെ അഭിഭാഷകനാക്കി വെക്കണമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാത്തവർ ഇപ്പോൾ ബഹളം വെച്ചിട്ട് എന്താണ് കാര്യം? ഇവിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ കോടതി എണ്ണി പറയുന്നു. ഈ വിധി മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയില്ല. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദിലീപിന്റെ വക്കീലന്മാരുടെ, പ്രത്യേകിച്ച് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്, അദ്ദേഹത്തിന് കൂർമ്മബുദ്ധിയിൽ പോലീസും പ്രോസിക്യൂഷനും വീണുപോയി എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നതും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നതും പൾസർ സിനിമയെ തനിക്ക് യാതൊരു പരിചയവുമില്ല, യാതൊരു അടുപ്പവുമില്ല എന്നാണ്.
എന്നാൽ അത് പൂർണ്ണമായും വാസ്തവമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. പൾസർ സുനിയെ ദിലീപിന് അറിയാമായിരുന്നു. ദിലീപിന് പൾസർ സുനിയെ അറിയാം എന്നത് ഒരു വിഷയമേ അല്ല. കാരണം സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് പൾസർ സുനി. സിനിമാ നടൻ എന്ന നിലയിൽ പൾസർ സുനിയെ പരിചയമുള്ളത് ഒരു കുറ്റകൃത്യമല്ല. പൾസർ സുനിയെ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയും പ്രധാനപ്പെട്ട ആളല്ല. എന്നിട്ടും പൾസർ സുനിയെ തനിക്ക് ഒരു പരിചയവുമില്ല എന്ന് എന്തുകൊണ്ട് ദിലീപ് പറഞ്ഞു? അത് ഫിലിപ്പ് വക്കീലിന്റെ കാഞ്ഞ ബുദ്ധിയാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രം പോലീസ് സമയം കണ്ടെത്തി മെനക്കെട്ടു. ഇപ്പോഴും ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വലിയ വായിൽ വാദിക്കുന്നത് പൾസർ സുനിയുമായി ചില പരിചയമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവർ അതിനുവേണ്ടിയാണ് സമയം മെനക്കെട്ടത്, ഇവർ അതിനുവേണ്ടിയാണ് പണം മുടക്കിയത്, ഇവർ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇവർ മറന്നുപോയൊരു കാര്യം, പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഇവരുടെ ലക്ഷ്യം സാധിക്കുമോ? ഇല്ല. ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ കുറ്റകൃത്യത്തിന് ഉത്തരവാദിയാവുന്നില്ല, ഗൂഢാലോചന തെളിയുന്നില്ല. അത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഇട്ടുകൊടുത്തതാണ്. ബന്ധമുണ്ട് എന്ന് പോലും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ പോലും ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല. ഇത്തരത്തിൽ ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത വിഷയങ്ങളുടെ പുറകെ പോയ പോലീസാണ്, അന്വേഷണ സംഘമാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ. ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് സ്ഥാപിക്കേണ്ടത്. ദിലീപിന് പൾസർ സുനിയുമായി പരിചയമുണ്ട് എന്നല്ല. എന്നാൽ ഈ പരിചയവും ഗൂഢാലോചനയും തെളിയിക്കാൻ പോലീസ് ഹാജരാക്കിയ ഒരു രേഖയും നിലനിൽക്കുന്നതായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്ത് എന്നതാണ്. ഈ കത്ത് ഫോറൻസിക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു അത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ല. അപ്പോൾ പറഞ്ഞു വേറൊരാളെ കൊണ്ട് എഴുതിച്ചു, അതുകൊണ്ട് തന്നെ ആ തെളിവ് അസാധുവായി. എന്ന് മാത്രമല്ല, കത്ത് എഴുതിയത് സംഭവത്തിന് ശേഷമാണ്. സംഭവത്തിന് മുൻപ് കാവ്യ മാധവന്റെ ഡ്രൈവറായി 2 മാസം ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. ഓരോ തവണയും വാഹനത്തിൽ കയറുമ്പോൾ കാവ്യമാധവൻ ചോദിക്കുമായിരുന്നത്രേ, ചേട്ടൻ ഏൽപ്പിച്ച പണി എന്തായി? ഇതാണ് പൾസർ സുനിയുടെ മൊഴിയായി കൊടുത്തിരിക്കുന്നത്. എന്നാൽ കാവ്യമാധവന്റെ ഡ്രൈവറായിരുന്നു, പൾസർ സുനിയുമായി ദിലീപിന് ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പൾസർ സുനി കാവ്യമാധവനുമായോ ദിലീപുമായോ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുമായോ അല്ലെങ്കിൽ ദിലീപിന്റെ കുടുംബാംഗങ്ങളുമായോ ഏതെങ്കിലും തരത്തിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ട ചരിത്രമെങ്കിലും വേണം. കാവ്യമാധവന്റെ ഡ്രൈവറാണെങ്കിൽ തീർച്ചയായും വിളിക്കുകയില്ലേ? അപ്പോൾ പോലീസ് പറയുന്നു കാവ്യമാധവന് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു കാവ്യയ്ക്ക് ഫോണില്ലാത്തതുകൊണ്ട് കാവ്യയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം കാവ്യയുടെ അമ്മയുമായാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അമ്മയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ തെളിവ് വേണ്ടേ? ഇല്ല. ഇതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹാജരാക്കിയ എല്ലാ തെളിവുകളും സംഭവത്തിന് ശേഷമുള്ളതാണ്. ബാലേന്ദ്രകുമാറിന്റെ ഓഡിയോ ക്ലിപ്പുകൾ കോടതിയിലെത്തിയെങ്കിലും അത് നിയമപരമായി തെളിയിച്ചിട്ടില്ല. ആ ഓഡിയോ ക്ലിപ്പുകൾ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. ഒരു തെളിവ് ഹാജരാക്കണമെങ്കിൽ അതിന് പൂർണ്ണ രൂപം വേണം, എഡിറ്റ് ചെയ്തതാണോ എന്ന് പരിശോധിക്കണം. ഇതൊന്നും തന്നെ ഇല്ലാതെ തെളിവ് ഹാജരാക്കിയിട്ട് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കോടതി എന്തു ചെയ്യും? ദിലീപ് ദൃശ്യങ്ങൾ കണ്ടു എന്നതാണ് മറ്റൊരു വാദം. എന്നാൽ ദിലീപ് ദൃശ്യങ്ങൾ കണ്ട ഉപകരണം, മൊബൈൽ ഫോൺ എവിടെ? ദിലീപ് ദൃശ്യങ്ങൾ കണ്ട കമ്പ്യൂട്ടർ എവിടെ? ദിലീപ് ദൃശ്യങ്ങൾ കണ്ടു എന്നതിന്റെ തെളിവ് എവിടെ? ഇതൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല. അതുപോലെ പൾസർ സുനി ഒരു മാടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മാടം ആരാണെന്ന് അന്വേഷണ സംഘം അന്വേഷിച്ചില്ല. അതേക്കുറിച്ചൊരു ധാരണയും പ്രോസിക്യൂഷനില്ല. ആക്രമിക്കപ്പെട്ട നടിയുടെ കയ്യിലെ മോതിരം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമിക്കുമ്പോൾ മോതിരം കൂടി കാണിക്കണം എന്ന് ദിലീപ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പൾസർ സുനിയുടെ മൊഴി. എന്നാൽ ദിലീപ് അങ്ങനെ പറഞ്ഞു എന്നതിന്റെ തെളിവെവിടെ? ആദ്യഘട്ടത്തിൽ അതിജീവിത എന്തുകൊണ്ടാണ് ദിലീപിന്റെ പേര് പറയാതിരുന്നത്? അതിജീവിത പേര് പറഞ്ഞത് പോലീസിന്റെ നിർബന്ധം കൊണ്ടാണ് എന്ന വാദത്തെ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്? അതിജീവിതയ്ക്ക് പോലും ദിലീപിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് സംശയമുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് പറഞ്ഞതിന് ശേഷമാണ് അതിജീവിത അത്തരത്തിൽ മൊഴി കൊടുത്തത്. ഇവിടെ അതിജീവിത ആദ്യം മുതൽ പറഞ്ഞിരുന്നു ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ബലം, തെളിവ് ഒരിക്കലും പോലീസിന്റെ നിർദ്ദേശപ്രകാരം പറയുമ്പോൾ ഇല്ല. അതുകൊണ്ട് അതെങ്ങനെ മുഖവിലക്കെടുക്കും? മറ്റൊരു തെളിവായി പറയുന്നത് പൾസർ സുനി നാദിർ ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊട്ടേഷന് പണം ചോദിച്ചത് എന്നാണ്. അപ്പോൾ നാദിർ ഷയും ദിലീപും തമ്മിൽ സംസാരിച്ചതിന്റെ രേഖയുണ്ട്. പിന്നീട് 8 ദിവസത്തിന് ശേഷം 1 മണിക്കൂർ ഇവർ തമ്മിൽ സംസാരിച്ചു. അതുകൊണ്ട് ഗൂഢാലോചനയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ നാദിർ ഷയും ദിലീപും 8 മണിക്കൂർ സംസാരിച്ചാൽ അതിനെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിന് തെളിവായി സംശയലേശം എന്നെ അംഗീകരിക്കുക എന്നാണ് കോടതിയുടെ ചോദ്യം. ദിലീപിന് ഇതിനൊന്നും പങ്കില്ല, ഗൂഢാലോചന നടന്നത് ദിലീപിനെതിരെയാണ് എന്ന് പറയുന്നവർ ഒരു പക്ഷേ തടി തപ്പാൻ വേണ്ടി പറയുന്നതാവും ദിലീപിന് പങ്കുണ്ടാവാം. ദിലീപിന് പൂർണ്ണമായി പങ്കില്ല എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷെ ദിലീപിന് പങ്കുണ്ട് എന്ന് പറയണമെങ്കിൽ സംശയമില്ലാതെ ആ പങ്കാളിത്തം തെളിയിക്കണം.
പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ ദിലീപിനെ ശിക്ഷിക്കണമെന്ന് പറയുന്നതും ഹൈക്കോടതിയിലേക്ക് ചെന്നാൽ അപ്പോൾ തന്നെ ദിലീപിനെ ശിക്ഷിക്കുമെന്ന് പറയുന്നതും എന്തടിസ്ഥാനത്തിലാണ്? തെളിവെന്ന് പറയുന്നതാണ് കോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഒരു പുതിയ വിചാരണ നടത്താൻ പോകുന്നില്ല, പുതിയ തെളിവുകൾ പരിശോധിക്കാൻ പോകുന്നില്ല. ആകപ്പാടെ സാധ്യതയുള്ളത് താഴത്തെ കോടതി പരിശോധിച്ചില്ല എന്ന് പറയുന്ന തെളിവുകൾ നേരത്തെ കൊടുത്തിരുന്നു, പരിശോധിച്ചില്ല എന്ന രേഖയുണ്ടെങ്കിൽ പരിശോധിക്കുമായിരിക്കും. പുതിയൊരു തെളിവുമായി ഹൈക്കോടതി പോകാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി വിചാരണ നടത്താനില്ല. ഹൈക്കോടതി നോക്കാൻ പോകുന്ന പ്രൊസീജിയറൽ മിസ്റ്റേക്കും ക്വസ്റ്റ്യൻ ഓഫ് ലോയും മാത്രമായിരിക്കും. അതേസമയം ബോധപൂർവം ഇരയെ അവഗണിക്കുകയും ഇരയ്ക്ക് വേണ്ടി സമർപ്പിച്ച തെളിവുകൾ അവഗണിക്കുകയും ചെയ്തു എന്ന് തെളിയിച്ചാൽ ആ തെളിവുകൾ വീണ്ടും പരിഗണിക്കും. എന്നാൽ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ കൊട്ടേഷൻ വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു തെളിവും ഇതുവരെ കോടതിയിലെത്തിയില്ല. അതെത്തിക്കാതിരുന്ന പോലീസ് തന്നെയാണ് ഇവിടുത്തെ കുറ്റവാളികൾ. ആരെങ്കിലും ഇരയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വിധിയിൽ അതൃപ്തിയുള്ളവരാണെങ്കിൽ അവർ കുറ്റപ്പെടുത്തേണ്ടതും പ്രതിഷേധിക്കേണ്ടതും കോടതിക്കെതിരെയല്ല, നേരെ മറിച്ച് ഈ കേസ് അട്ടിമറിച്ച പോലീസിനും പ്രോസിക്യൂഷനും അവരെ സഹായിച്ച, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത സർക്കാരിനുമെതിരെയാണ്. സർക്കാർ ഇരയ്ക്കൊപ്പമായിരുന്നില്ല, പ്രതിക്കൊപ്പമായിരുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ആ വ്യക്തതയ്ക്കെതിരെ ശബ്ദിക്കാതെ കോടതിക്കെതിരെ ശബ്ദിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. വീണ്ടും പറയുന്നു, ഇരയ്ക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്, എന്നാൽ കോടതിക്കെതിരല്ല, തെളിവുകൾക്കെതിരല്ല.